നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നിക്കോ വില്യംസിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? ബാഴ്സയുടെ പ്രസിഡന്റ് ജോൻ ലാപ്പോർട്ട തന്നെ അക്കാര്യങ്ങൾ വിശദമാക്കുകയാണ്. ഹൻസി ഫ്ലിക്കിന് അദ്ദേഹത്തെ താല്പര്യമുണ്ടായിരുന്നു. പോയ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലും ഇതുപോലെയൊക്കെ തന്നെ നടന്നു. ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വീണ്ടും ഡ്രാമ. ഒടുവിൽ താരം പിൻവാങ്ങുകയായിരുന്നു, ബാഴ്സയിൽ ചേരാതെ. കാരണം അതിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആയിരുന്നു എന്നാണ് അന്ന് പുറത്തേക്ക് വന്ന വാർത്ത. രജിസ്ട്രേഷൻ ഗ്യാരണ്ടി കൊടുക്കാൻ ബാഴ്സയ്ക്ക് കഴിഞ്ഞില്ല എന്ന്. എന്നാൽ ഇപ്പോൾ ജോൻ ലാപ്പോർട്ട അതിലെ കുറേ വസ്തുതകൾ പുറത്ത് പറയുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, നിക്കോയുടെ ഏജൻറ്റ് വന്നിരുന്നു, എന്നിട്ട് ഓഫേർഡ് ദം സെൽഫ് ടു അസ്. അവരിങ്ങോട്ട് ഓഫർ ചെയ്യുകയായിരുന്നു, വരാൻ തയ്യാറാണ് എന്ന്. ഞാൻ മറ്റു പ്ലേയേഴ്സിനെയാണ് പ്രിഫർ ചെയ്തിരുന്നത്, പക്ഷേ ഡെക്കോ എന്നെ കൺവിൻസ് ചെയ്തു, ഇത് കേൾക്കണം, ഇവരുടെ ഈ ഓഫർ നമ്മൾ പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഡെക്കോ എന്നെ കൺവിൻസ് ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ലൂയിസ് ഡയസിനേക്കാളൊക്കെ താല്പര്യം റാഷ്ഫോർഡിനെ തന്നെയായിരുന്നു. ഒടുവിൽ റാഷ്ഫോർഡിനെ കിട്ടിയതിൽ ഹാപ്പിയാണ് എന്ന്. അതാണ് ഇവിടെ ചേർത്ത് പറയുന്നത്. ഐ പ്രിഫേർഡ് അതർ പ്ലേയേഴ്സ്, പക്ഷേ ഡെക്കോ വന്നുകൊണ്ട് എന്നെ കൺവിൻസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ നെഗോസിയേഷൻസ് നടന്നു. നിക്കോ വില്യംസുമായിട്ട് ബാഴ്സ നെഗോസിയേഷൻസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒരു ഡീലിലേക്ക് എത്താൻ പറ്റിയില്ല. ഡീൽ ഫോർ ഇൻസ്റ്റാൾമെൻറ്റ്സ്, കൊടുക്കേണ്ട പണത്തിൻ്റെ കാര്യത്തിൽ ഒരു ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കാര്യത്തിൽ ഡീലിലേക്ക് എത്താൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഇൻസ്റ്റാൾമെൻറ്റ്സിൻ്റെയും വേരിയബിൾസിൻ്റെയും ഏജൻറ്റ് കമ്മീഷൻ്റെയും കാര്യത്തിൽ ഒരു ഡീലിലേക്ക് എത്താൻ പറ്റിയില്ല. ഡെക്കോ അവർക്ക് 48 മണിക്കൂർ സമയം കൊടുത്തു ഞങ്ങളുടെ പ്രപ്പോസൽ, ഞങ്ങളുടെ ടേംസ് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരത് ചെയ്തില്ല. സോ ഞങ്ങൾ മൂവ് ഓൺ ചെയ്തു. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ജോൻ ലാപ്പോർട്ട പറയുന്നത്. അപ്പോൾ ലാപ്പോർട്ട പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ ഒരു ഫീസ്, അതായത് ട്രാൻസ്ഫർ ഫീ കൊടുക്കേണ്ട ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കാര്യത്തിലും വേരിയബിൾസിൻ്റെ കാര്യത്തിലും പിന്നെ ഏജൻറ്റ് കമ്മീഷൻ്റെ കാര്യത്തിലും ഒന്നും ഡീലെത്തിയിട്ടില്ല എന്നതാണ്. അപ്പോൾ നേരത്തെ വന്നിരുന്ന വാർത്തകൾ ഇതൊക്കെ ഡീലാണെങ്കിലും രജിസ്ട്രേഷനായിരുന്നു ഇഷ്യൂ എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ലാപ്പോർട്ട തന്നെ തുറന്ന് പറയുന്നു, ഈ കാര്യങ്ങളിലൊന്നും ഡീലെത്താൻ പറ്റാതെ വന്നതോടുകൂടി ഞങ്ങളുടെ ഓഫർ എന്താണോ, ഞങ്ങളുടെ പ്രപ്പോസൽ എന്താണോ അതിൻ്റെ കാര്യത്തിൽ അവർ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അതിനുവേണ്ടി 48 മണിക്കൂർ കൊടുത്തു, അവരില്ലെന്ന് പറഞ്ഞു പിൻവാങ്ങി. ഇതാണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.